വണക്കം. അപ്പം മാരീസൻ മാരീസൻ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടുവാണ്. ഈ സിനിമ ഫഹദിൻ്റെയും വടിവേലുവിൻ്റെയും സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ ഞാൻ കണ്ടു. ഇതിൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തിടെയായിട്ട് വടിവേലുവും ഫഹദും ഒരു സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അത് മാമന്നൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് അദ്ദേഹം മാരി സെൽവരാജ് എന്ന് പറയുന്ന ഡയറക്ടർ എടുത്ത ഉദയനിധി സ്റ്റാലിനായിരുന്നു ഈ സിനിമയിലെ നായകൻ. അപ്പം വടിവേലുവും ഫഹദും അതിനകത്ത് വില്ലൻ, അവർ തമ്മിൽ നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സിങ്കായിട്ടുള്ള ഒരു 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 ഇവർ രണ്ടുപേരും മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന ഒരു സിനിമയാണ് ഈ മാരീസൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഞാൻ കണ്ട്, ഈ സിനിമ കൊള്ളാം, അടിപൊളി. അതായത് ഒരു രസമുണ്ട് കണ്ടിരിക്കാൻ. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയാം, കൂടുതലൊന്നും പറയുന്നില്ല. ഫഹദ് ഫാസിലിനെ പറ്റിയും വടിവേലുവിനെ പറ്റിയും ഒക്കെ നമ്മൾ ഒന്നും പറയുന്നില്ല, കാരണം അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഫഹദ് ഫാസിൽ ഈ ടൈപ്പ് റോളാണ് ഈ വേട്ടയാനകത്ത് ചെയ്തത്. ഈ ടൈപ്പ് റോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഹദ് ഫാസിൽ ഇച്ചിരി ഏത് റോൾ ചെയ്താലും ഇച്ചിരി ലൗഡായിട്ടേ ചെയ്യത്തുള്ളൂ. അത് ഈ ക്യാരക്ടറിലുണ്ട്. വടിവേലിനെ പറ്റി പറയാം. വടിവേലു ഒരിടയ്ക്ക് വടിവേലുവിന് എന്തോ ഒരു ബാൻ വന്ന് ഒരുപാട് സിനിമകൾ കിട്ടാതെ പോയി. തമിഴിൽ ഒരുപാട് പേര് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞ് പുള്ളിയെ സിനിമയിലൊന്നും എടുത്തില്ല. അവസാനം വിജയുടെ ബിഗില്ലായിരുന്നു തുടങ്ങിയത് വടിവേലു കംബാക്ക് കൊടുത്തത്. അതിനുശേഷം വടിവേലിന് ഇപ്പോൾ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന സിനിമകളൊന്നും പഴയ വടിവേലുവേ അല്ല. വടിവേലു എന്താണ് തമിഴ് സിനിമയ്ക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ പുള്ളി എന്തായിരുന്നു എന്നുള്ള യാതൊരുവിധ ഐഡൻറ്റിറ്റിയും ഇന്നത്തെ വടിവേലുവിന് കിട്ടുന്ന ക്യാരക്ടറുകൾക്ക് ഇല്ല. കാരണം വടിവേലു കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട്, പണ്ട് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് ഹരിശ്രീ അശോകൻ മലയാളത്തിൽ ചെയ്തിരുന്നതായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല ഇപ്പം ഇപ്പം മലയാള സിനിമകൾ പുള്ളി കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ കാലഘട്ടത്തിൽ പ്രായത്തിനനുസരിച്ചുള്ള ഇതാണ് അത്. ഓക്കെ. പിന്നെ ജഗദീഷൊക്കെ മലയാളത്തിൽ. അപ്പോൾ അതുപോലെയാണ് ഈ വടിവേലിന് ഇപ്പോൾ കിട്ടുന്ന റോളുകളൊന്നും വടിവേലു പണ്ട് ചെയ്ത റോളുകളല്ല. ഈ സിനിമയ്ക്കകത്തും വടിവേലു ഒരു കിഡിലെ റോളാണ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ വടിവേലുവിൻ്റെ കുറച്ച് രീതിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പേടിച്ചൊക്കെ കാണിക്കത്തില്ല, അതൊന്നുമില്ല. വടിവേലു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ കൊടുത്ത് വടിവേലു ആ ക്യാരക്ടർ എടുത്ത് ചെയ്യുവാണ്. അപ്പോൾ സിനിമ തുടങ്ങി ഫഹദ് ഫാസിൽ ജയിലിൽ നിന്ന് ഇറങ്ങുവാണ്. ഫഹദ് ഫാസിൽ ഒരു ആസ്ഥാന കള്ളനാണ്. അപ്പോൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നു. വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ അവിടെ വെച്ചാണ് വടിവേലുവിനെ കണ്ടുമുട്ടുന്നത്. വടിവേലു അപ്പം ഫഹദിനോട് പറയും, ഞാൻ ഇച്ചിരി ഓർമ്മ പശമുള്ള ആളാണ്, അൾഷിമേഴ്സ് ഉള്ള ആളാണ്. അപ്പം എൻ്റെ മകൻ കെട്ടിയിട്ടേക്കുവാണ്, നിങ്ങളൊന്ന് രക്ഷിക്കുവാണെങ്കിൽ ഞാൻ പൈസ എടുത്ത് തരാം ATM ന്ന്. അപ്പോൾ അങ്ങനെ ഫഹദ് രക്ഷിക്കും. ഫഹദ് കള്ളനല്ലേ, പൈസ കിട്ടിയാൽ മതിയില്ല. രക്ഷിക്കാൻ പോകുമ്പോൾ ATM കൗണ്ടറിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ കിടക്കും. അതെങ്ങനെയാലും ഫഹദ് ഫാസിൽ അടിച്ചു മാറ്റണം എന്നുള്ളൊരു ഒറ്റ മൈൻഡ് കൊണ്ട് വടിവേലിൻ്റെ കൂടെ കൂടും. വടിവേലിൻ്റെ ഒരു ബൈക്കും അടിച്ചു മാറ്റി വടിവേലിനെ കൊണ്ട് വടിവേലു പോകേണ്ട അടുത്തെല്ലാം അങ്ങ് പോകും. അതിന് ശേഷമാണ് ഈ സിനിമയ്ക്കകത്ത് ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഈ വടിവേലു മറവിയുള്ള മനുഷ്യനാണ്. ഈ മറവിയുള്ള മനുഷ്യനെയും കൊണ്ട് ഫഹദ് ബൈക്കിൽ പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളി, അല്ലെങ്കിൽ ഈ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയുന്നില്ല. അതിനകത്ത് എന്ത് ട്വിസ്റ്റുണ്ട്, എന്താണ് നടക്കാൻ പോകുന്നത്, ഇതിപ്പോൾ ആരെ കൂട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഇതെല്ലാം ട്വിസ്റ്റാണ്. അപ്പം നല്ല രസമുണ്ട്. അതായത് ഇവർ പല ലോഡ്ജിലൊക്കെ പോയി തങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ പലയിടത്തും പോകുന്നുണ്ട്. ഈ വടിവേലുവിൻ്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊരു പഴയ നടിയൊക്കെ വന്ന് അഭിനയിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇമോഷണൽ സീനുണ്ട്, ഒരു കരയുന്ന സീൻ. ആ കരയുന്ന സീൻ വടിവേലു എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടിവേലു ആണ് ഇത്, അതാണ് വടിവേലു. അല്ലെങ്കിലും നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കോമഡി നടന്മാർ എന്ത് റോള് കിട്ടിയാലും ചെയ്യും. അത് കോമഡി നടന്മാരുടെ പ്രത്യേകതയാണ്. അവർ ഏത് റോളും ഓക്കെയാണ്. എക്സാമ്പിൾ സുരാജൊക്കെ നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം പറഞ്ഞു വന്നത്, പിന്നെ ഈ സിനിമയിൽ ഒരു സീനുണ്ടേ. ആ സീനെന്ന് പറഞ്ഞാൽ ഫഹദിനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് വടിവേലു പുറത്തിറങ്ങി പോകുന്നൊരു സീനുണ്ട്. ആ സീൻ എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം ഫഹദിനെ പൂട്ടിയിട്ട് ഒട്ടനെ തന്നെ ഫഹദ് എണ്ണിച്ച് ഒരു കമ്പി എടുത്ത്, പുറത്തുനിന്നാണ് പൂട്ടുന്നത്, കമ്പി എടുത്ത് ആ കത്തുനിന്ന് ആ പൂട്ട് പൊളിച്ച് പുറത്തിറങ്ങി വന്ന് അപ്പോഴത്തേന് വടിവേലു കാറിൽ പോയി കഴിഞ്ഞു. പക്ഷേ ഫഹദ് ബൈക്ക് എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറകിൽ പോകണേ. നമ്മൾ ഒരു നോർമലായിട്ടൊരു കാറ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാൾ എങ്ങോട്ട് പോയി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 2-3 റോഡുള്ള ഏരിയ ആണ്, അത് കാണിക്കുന്നുണ്ട്, ആ സ്ട്രീം ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഇത്ര ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. നമുക്കതൊരു ഒരു 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 കറക്റ്റായിട്ട് തോന്നിയില്ല. അത് മാത്രമുള്ള എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അപ്പോൾ ഇത്രയും ഉള്ളൊരു ഒരു ഒരു സസ്പെൻസ് ഉള്ള ഒരു സീൻസിൽ, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയിൽ നമുക്ക് പൂർണ്ണമായും തൃപ്തിയില്ലാത്ത ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനോടൊരു ഇത് തോന്നും. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ
മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ കിടിലമാണ്. അത് പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യ പടങ്ങളിലൊക്കെ പുള്ളി വില്ലനായിരുന്നു. അതിനുശേഷം കോമഡി റോളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ്. നമ്മുടെ സേതുപതി സിനിമ ഉണ്ടല്ലോ, വിജയ് സേതുപതിയുടെ, ആ സിനിമയിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. അപ്പം ക്ലൈമാക്സ് ഒരു ചെറിയൊരു ട്വിസ്റ്റ്, ഒരു കുഞ്ഞ് ട്വിസ്റ്റ്. അതിനുശേഷം നമ്മളെ പൂർണ്ണ തൃപ്തിയാക്കി തിയേറ്ററിൽ ഇറക്കി വിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ക്ലൈമാക്സ് ഇച്ചിരൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു. പിന്നെ അത് വരയ്ക്കും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകണം. സിനിമയിൽ നമ്മൾ കയറി ഇങ്ങനെ ഇരുന്നു നമ്മളെ കൊണ്ടുപോകണം. നമ്മളെ ആ സിനിമയ്ക്കകത്തൂടെ തന്നെ കൊണ്ടുപോകണം. അത്രയും മനോഹരമായ സിനിമയാണ്. പിന്നെ കോവൈ സരളയാണ് ഇതിനകത്ത് പോലീസ് ആയിട്ടുള്ള ഒരു നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയും കോമഡിയൊക്കെ വരും. കാരണം നമ്മൾ അവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവർക്ക് കൊടുത്ത റോൾ അവർ കിടിലമായിട്ട് ചെയ്തു. നമ്മൾ വടിവേലുവിനെ കണ്ട് വളർന്ന നമ്മൾ ഈ വടിവേലിന് ഇതുപോലൊരു ക്യാരക്ടർ കൊടുക്കും. വടിവേലു ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കുള്ളിൽ അത് 100% തരുമ്പോഴാണ് അവർ യഥാർത്ഥ നടന്മാരാകുന്നത്. കോവൈ സരള നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പടം. മാരീസൻ നല്ലൊരു പടം, തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ്. കോമഡിയൊക്കെ ഉണ്ട്. വടിവേലു കയറിപ്പോട്ടെ. വടിവേലു ഈ സമയത്തും വടിവേലു തെങ്ങി നിൽക്കണം. വടിവേലുവൊക്കെ അവിടുത്തെ മെയിനാണ്. വടിവേലുവിനൊക്കെ കിട്ടേണ്ട ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴായാലും കിട്ടണം. അപ്പോൾ ശരി, ഓക്കെ. പുതിയൊരു സിനിമയുടെ അഭിപ്രായമായിട്ട് കാണാം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.